ചോദിക്കാനാണ്. സേവനം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം, വീണക്കറിയാമെങ്കിൽ പറയാം, പിണറായി വിജയൻ അറിയാമെങ്കിൽ പറയാം, ഇതെല്ലാം കൂടി ഏറ്റെടുത്ത് പ്രതിരോധിക്കുന്ന പാർട്ടിക്ക് അറിയാമെങ്കിൽ പറയാം. ആർക്കും അറിയൂല, ആരും പറയൂല. എന്ത് ആ കൊടുത്ത സേവനം എന്താണെന്ന് അറിയില്ലാത്തത് എന്താണ്? അത് വ്യക്തമാക്കേണ്ടടുത്ത് അവർ വ്യക്തമാക്കിക്കോളും. ചർച്ച ചെയ്യാനല്ലോ നമ്മളോട് ഇരിക്കുന്നത്. അതും കൂടെ ചർച്ച ചെയ്യട്ടെ. മനസ്സിലായില്ലേ? അതല്ലല്ലോ, അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതുകൂടിയാണല്ലോ പറഞ്ഞു പാർട്ടി ഏറ്റെടുക്കുന്ന എന്തിന്? വീണ വിജയൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി പിന്നെ ഇടി വന്നപ്പോൾ അതെന്തിനാണ് പാർട്ടി ഏറ്റെടുത്താൻ ചോദ്യം. ആ ചോദ്യത്തിനാണ് ഞാൻ ചോദ്യത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണത്? എന്തിനാണ് പൈസ പറ്റിയത് അറിയൂല. എന്തുകൊണ്ടാണ് എന്ത് സേവനമാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. പിന്നെ എന്തിനാണ് പാർട്ടി ഇതൊക്കെ ചുമക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം. തീർച്ചയായിട്ടും ആ വീണ ചെയ്ത ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള വിഷയം. ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ, അദ്ദേഹത്തിന്റെ മകളെ കുറ്റവാളിയാക്കി അതിലൂടെ ഒരു വ്യക്തിയെ ബിജെപിയുടെ സംഘപരിവാർ ശക്തികളുടെ പ്രവർത്തനമല്ലേ ഇത്? ഇഡി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ അയ്യാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യർക്കും അറിയാം ഇഡിയുടെ നിലപാട് എന്താണ്. നിങ്ങൾക്കും ആ നിലപാട് തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഇഡി എങ്ങനെയാണ് രാഷ്ട്രീയ ചട്ടുകമായി മാറിയെന്ന് എത്രമാത്രം ആളുകൾ രാഷ്ട്രീയം ആരോപിക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇഡിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച്, അവരുടെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് ഒക്കെ ഈ രാജ്യത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇഡി വരുന്നതിന് മുൻപ് തന്നെ വസ്തുതകൾ സഹിതം CPM-നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രതിപക്ഷമുണ്ട്, മാധ്യമങ്ങളുണ്ട്, പൊതുസമൂഹമുണ്ട്. ആ ചോദ്യത്തിൽ ഏറ്റവും ബേസിക് ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്ഥാപനം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMR-ലുമായി ഉണ്ടാക്കിയ കരാറിൽ പറഞ്ഞ സേവനം എന്താണ്? ഈ പറയുന്ന മാസത്തിൽ 5ഉം 3ഉം ലക്ഷം വീതം എണ്ണി മേടിക്കുമ്പോൾ വാങ്ങി ഈ പൈസ കൈപ്പറ്റുന്നതിന് തിരിച്ചു കൊടുത്ത സേവനം എന്താണെന്ന് ED ഒക്കെ വരുന്നതിന് മുൻപ് ചോദിക്കാൻ തുടങ്ങിയതാണ്. EDയും വന്നു, റെയ്ഡും കഴിഞ്ഞു, അതിന്റെ പേരിലുള്ള പുകിലും നിലനിൽക്കുന്നു. ഉത്തരം അതിനിപ്പോഴും കിട്ടിയിട്ടില്ല. എന്നിട്ട് താങ്കൾ പറയുന്നത് അതല്ലല്ലോ ഇവിടുത്തെ വിഷയമെന്ന്. ശരി, അടുത്ത റൗണ്ടിൽ താങ്കൾക്ക് അതൊരു വിഷയമായി തോന്നുമെങ്കിൽ നമുക്ക് വീണ്ടും ആ വിഷയത്തിൽ സംസാരിക്കാം. ശ്രീ അനൂപ് വിആർ, അതിന് പറയാം, അതിനുള്ള മറുപടി പറയാം കേട്ടോ. ശരി.